ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തിട്ട് കോയിൻസ് ഏൺ ചെയ്തിട്ട് ക്രിപ്റ്റോയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി പുതിയ പ്ലാറ്റ്ഫോമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ വെരിഫൈഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ ട്വിറ്റർ എക്സ് പേജിൽ 18,000 സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഫോളോവേഴ്സ് കൂടി വരികയാണ്. അതുപോലെ തന്നെ അവരുടെ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം കമ്മ്യൂണിറ്റി ഒക്കെ കൂടി വരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ട് 2024 ഈ മെയ് മാസമാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഡിറ്റ്കോയിൻ മൈൻ ചെയ്തിട്ട് ഡിറ്റ്കോയിൻ നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിറ്റ്കോയിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ താഴെ കാണുന്ന രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലൊരു ഇന്റർഫേസിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ എൻ്റർ യുവർ ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എൻ്റർ യുവർ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എൻ്റർ യുവർ പാസ്വേഡ് അഗെയിൻ എന്ന ഭാഗത്ത് അതേ പാസ്വേഡ് തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിനിടയിൽ എൻ്റർ റഫറൽ കോഡ് എന്ന ഭാഗത്ത് അവിടെ ഓൾറെഡി റഫറൽ കോഡ് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള അതേ റഫറൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ മുകളിൽ ക്യാമറ പ്രൊഫൈൽ ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ എൻ്റർ യുവർ നിക് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഒരു നിക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പോപ്പ് വിൻഡോയിൽ ഇവിടെ 3 ഓർഡർ വരും. അതിൽ അതേപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ മനുഷ്യനാണോ റോബോട്ട് ആണോ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് തെറ്റാതെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓർഡർ ഇവിടെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സക്സസ് എന്ന് ഇതേപോലെ കാണിക്കും. അന്നേരം ഈ ഒരു ഡിറ്റ്കോയിൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതാണ്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഭാഗം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ എൻ്റർ യുവർ അക്കൗണ്ട് എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റർ യുവർ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ ഒരു പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇത് ലോഗിൻ ആയിട്ട് ഈ ഒരു ഡിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതിൽ ഇതേപോലെ ഒരു പോപ്പ് മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന താഴെ അഗെയിൻ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ പോയിക്കോളും. ഇനി ഇതിലൂടെ ഡിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ വേണ്ടി ഹോം പേജിൽ താഴെ സ്റ്റാർട്ട് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഡിറ്റ്കോയിൻ മൈനിങ് സ്റ്റാർട്ട് ആവും. ഇവിടെ മുകളിൽ മൈ ഡിറ്റ് എന്നവിടെ ഈ ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി മൈനിങ് ആയിട്ട് അവിടെ അങ്ങനെ കൂടുന്ന കാണാൻ പറ്റും. അതിനിടയിൽ 24 മണിക്കൂർ ഇങ്ങനെ കുറഞ്ഞ് കൗണ്ട് ആവുന്ന കാണാൻ പറ്റും. അത് നമുക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് മൈനിങ് ആയിട്ട് കിട്ടും. അതുപോലെ ഇവിടെ ടോട്ടൽ ഡിറ്റ് 80 മില്യൺ ആണ് പറയുന്നത്. അതായത് ടോട്ടലായിട്ട് ഡിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 80 മില്യൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റ്കോയിൻ്റെ റേറ്റ് $2 മുകളിൽ വരാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. അടുത്തത് ഈ ഡിറ്റ്കോയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി മുകളിൽ ആപ്പ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജ് വരും. ഇതിലൂടെ ആൻഡ്രോയിഡ് ആപ്പ്, iOS ആപ്പ്, ക്ലൗഡ് ആപ്പ് എന്നിങ്ങനെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഏതാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം എൻ്റെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഞാനിവിടെ ആൻഡ്രോയിഡ് ആപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോയിൽ ഡൗൺലോഡ് അഗൈൻ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ആയി വരും. ഈ മുകളിൽ നോട്ടിഫിക്കേഷനിൽ ഓപ്പൺ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പ് വിൻഡോയിൽ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വീണ്ടും ഒരു പോപ്പ് വിൻഡോ വരും. അതിൽ ഡീറ്റെയിൽസ് മോർ എന്ന ഏറോ മാർക്ക് ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ ഇൻസ്റ്റാൾ എനിവേ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് ഡൗൺലോഡ് ആയി വരുന്നതാണ്. ഇത് 100% സെക്യൂർഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ വരാതെ ഉടൻ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ വരുന്നതാണ്. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ എന്ന ഭാഗം വരും. ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഈ മൈനിങ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മുകളിൽ വൈറ്റ് പേപ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ ഒരു ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ഫുള്ള് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഒരുപാട് പേജ് ഉണ്ട്, ഏകദേശം 79ഓളം പേജ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്തിട്ട് സമയം എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയെ പറ്റിയും ഈ പ്രൊജക്റ്റിനെ പറ്റിയും നന്നായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ. കൂടാതെ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും. ആ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലെ സെറ്റിംഗ്സ് ഫീച്ചറൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ അസറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ടോക്കൺസ്, NFTs, ഡെഫി എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ ഇതിലെ ക്രിപ്റ്റോ കറൻസികൾ നമ്മൾ റീചാർജ് ചെയ്തത്, വിഡ്രോ ചെയ്തത്, ബില്ല് ചെയ്തത്, അതുപോലെ തന്നെ മോർ ഓപ്ഷനിൽ മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചെക്ക് ചെയ്യാനും അറിയാനും സാധിക്കുന്നതാണ്. പിന്നെ ബാക്ക് വന്നു കഴിഞ്ഞാൽ താഴെ അക്കൗണ്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലെ പാസ്വേഡ് റിക്കവർ ചെയ്യാനും മാറ്റാനൊക്കെ സാധിക്കും. ഇവിടെ ബാക്ക് വന്നിട്ട് ഹോം പേജിൽ മുകളിൽ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള കാണാം. ഇവിടെ ട്വിറ്റർ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ ട്വിറ്റർ പേജിലേക്ക് എത്തും. കണ്ടോ, ഇതുപോലെ ട്വിറ്റർ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ഇവരുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ താഴെ ഫ്രണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ റഫറൽ ലിങ്ക് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റഫറൽ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഡിറ്റ്കോയിന് മൈൻ ചെയ്തത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിവിടെ ടോട്ടൽ എത്ര റഫറൽ ചെയ്തു, അതിൽ നിന്ന് നമ്മൾ എത്ര ഡിറ്റ്കോയിന് ഏൺ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. അതോടൊപ്പം നമ്മൾക്ക് ഇവിടെ 3 ലെവലായിട്ടാണ് റഫറൽ ഇൻകം കിട്ടുക. അതായത് നമ്മുടെ അണ്ടറിൽ വരുന്ന ആൾക്കാർ ഡിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നതിൻ്റെ പവർ അനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ലെവൽ ആയിട്ട് റഫറൽ ഇൻകം കിട്ടുന്നത്. പിന്നെ ഇവിടെ താഴെ ഡിറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിറ്റ് മാപ്പ് കാണാം. അതായത് ലോകത്ത് എവിടെയൊക്കെയാണ് ഈ ഡിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നതിനുള്ള മാപ്പ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റും. പിന്നെ ഈ ആപ്ലിക്കേഷന് മുകളിൽ ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ വരുന്ന ഡീറ്റെയിൽസ് ഏത് ലാംഗ്വേജിൽ കാണണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യും. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാം. പിന്നെ മുകളിൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പോപ്പായിട്ട് ഇതുപോലെ ലഭിക്കും. അതോടൊപ്പം താഴെ നോട്ടിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സിസ്റ്റം നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്കിവിടെ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് ഇതിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അടുത്ത് താഴെ ലാസ്റ്റ് എക്കോളജി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഈ ഒരു ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ, അതായത് ഡീസെൻട്രലൈസ്ഡ് ഇൻ്റർനെറ്റ്, DePIN, RW അതായത് റിയൽ വേൾഡ് അസറ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ചാറ്റ്, ഫുൾ ചെയിൻ ഡെഫി പ്ലാറ്റ്ഫോം, ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂട്ടഡ് മൈനിങ് സൈറ്റ്സ്, ഹാർഡ്വെയർ വാലറ്റ്, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, ഡീസെൻട്രലൈസ്ഡ് ലെൻഡിങ്, ബുള്ളറ്റിൻ, ഇൻ്റലിജൻറ്റ് AI, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ എക്കോളജിയിൽ വരുന്നുണ്ട്. പിന്നെ താഴെ ഡിസ്ട്രിബ്യൂട്ടഡ് കളക്റ്റീവ് എക്സ്ചേഞ്ച് എന്ന സെക്ഷനിൽ റിയൽ വേൾഡ് എക്സ്ചേഞ്ച്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്, സെക്സ് അതായത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, NFT എക്സ്ചേഞ്ച്, ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ സ്റ്റോക്ക് ETF എക്സ്ചേഞ്ചസ്. അതോടൊപ്പം ടൂൾസ് എന്ന സെക്ഷനിൽ ഡീസെൻട്രലൈസ്ഡ് എയർ ഡ്രോപ്പ്, ന്യൂ കോയിൻ സെർച്ച്, ഡീസെൻട്രലൈസ്ഡ് റിട്രീവൽ, ഒറാക്കിൾ മെഷീൻ, സെക്സ് എക്സ്ചേഞ്ച് അഗ്രിഗേറ്റർ, AI ഇൻ്റലിജൻറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പല സെക്ഷനിൽ പല തരത്തിലുള്ള ഒരുപാട് പ്രോജക്റ്റുകളാണ് ഈ ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ നല്ലൊരു പൊട്ടൻഷ്യലുള്ള നല്ല വില വരാൻ സാധ്യതയുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിറ്റ്കോയിൻ എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഡിറ്റ്കോയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി മൈൻ ചെയ്തിട്ട് ഡിറ്റ്കോയിൻ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഡീസെൻട്രലൈസ്ഡ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. മാത്രമല്ല ഈ ഒരു ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ബിനാൻസ്, OKX പോലെയുള്ള വേൾഡ് വൈഡ് ഗ്ലോബൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊക്കെ ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിറ്റ്കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ സെല്ല് ചെയ്തിട്ട് അത് നമുക്ക് വിഡ്രോ ചെയ്ത് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി നമുക്ക് ഇതിൽ നിന്ന് ക്രിപ്റ്റോയിൽ ഫ്രീ ആയിട്ട് ലക്ഷങ്ങളും കോടികൾ വരെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഡിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി നമുക്ക് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ പണമാക്കി മാറ്റാം എന്നുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.